ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് മലയാളം മൂവിയാണ്. അഭിലാഷമാണ്. അപ്പോൾ ആംസം പ്രൈമിലായിരുന്നു ചിത്രം കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ റിവ്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഇത് തന്നെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ അടുത്താണ് അഭിലാഷം എന്ന ചിത്രം കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് റിവ്യൂ ചെയ്യാൻ തോന്നി. അഭിലാഷത്തെ കുറിച്ച് പറയുമ്പോൾ ഷംസു സായിദാണ് ഡയറക്ഷൻ, അതുപോലെ തന്നെ ജിഗിൻ ആണ് തിരക്കഥ. അതുപോലെ കാശ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം ദാരിദ്ര്യ ചാനലിൽ നിന്നും കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ എത്തുന്ന സൈജ് ഗ്രൂപ്പ്, താനി വീറാം, അർജുൻ അശോകൻ തുടങ്ങിയവർ പ്രധാനമായും കാശിങ്ങ എന്നിട്ടുള്ളത്. മ്യൂസിക് രാഹുൽ ശ്രീകരാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ പടത്തിലൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. അഭിലാഷത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. നമ്മൾ തുറന്നു പറയാത്ത പ്രണയം എന്താ മനസ്സിൻ്റെ വിങ്ങലൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതാണ് എൻ്റെ കൊണ്ട് അവസാനിക്കുന്നത്. അഭിലാഷ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അഭിലാഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സൈജ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രണയകഥയാണ്. അതുകൊണ്ടാണ് അഭിലാഷിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന രീതിയിൽ തന്നെ കഥ മുന്നോട്ട് പോകുന്നത്. ഡ്യൂറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറും 55 മിനിറ്റാണ് ഡ്യൂറേഷനുള്ള, 2 മണിക്കൂർ താഴെയായിട്ട്. അതുകൊണ്ട് തന്നെ വലിയ ലാഗോ പരിപാടി കാര്യങ്ങളൊന്നും അനുഭവപ്പെടുന്നതായി തോന്നുന്നില്ല. അഭിലാഷം സ്റ്റാർട്ട് ചെയ്യുന്നത് സൈജ് ഗ്രൂപ്പിൻ്റെ ഒരു തുറന്നു പരിചയമുള്ള ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നതിലൂടെ കഥ മുന്നോട്ട് പോകുന്നത്. തൻ്റെ കളി കൂട്ടുകാരിയിൽ തൻ്റെ പ്രണയിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ അവൾ നാട്ടിലോട്ട് എത്തുന്നു. നാട്ടിലെത്തുമ്പോൾ ഒരുപാട് ടാർജറുകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അഭിലാഷിൻ്റെ പ്രണയം നാട്ടിൽ മൊത്തം പേർക്കും അറിയാമെങ്കിലും ആ പെൺകുട്ടി മാത്രം അറിയുന്നില്ല. അതെങ്ങനെയാണ് അവളിലേക്ക് എത്തിക്കുക എന്നാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ശ്രമങ്ങളാണ് കഥയിൽ മുന്നോട്ട് പോകുന്നത്. കാരണം എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഈ കണ്ടന്റ് ഇല്ലായ്മ തന്നെയാണ് ഏറ്റവും വലിയ നെഗറ്റീവ് അനുഭവപ്പെടുന്നത്. കാരണം അത് തുറന്നു പറയാൻ വേണ്ടി പല വഴികളുണ്ട്. ചെറിയ കൺസെപ്റ്റ് വെച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അവളിൽ കൂടെ ഒരുപാട് ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പറയാതെ പ്രണയം തുറന്ന് പറയാമെന്ന് തോന്നലിൽ അങ്ങനെ എന്തോ ഓട്ടോമാറ്റിക്കലായിട്ട് പ്രണയം അറിയുന്നു. അതുമായി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു എക്സ്പെഷ്യലി ഇതിൻ്റെ എൻഡിങ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നില്ല സംഭവിച്ചത്. ഒരു ടാർജറ്റിലൂടെ തന്നെയാണ് ഇതിൻ്റെ എൻഡിങ് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് പോസിറ്റീവായി ചിലർക്ക് തോന്നാം, നെഗറ്റീവായി തോന്നാം. എനിക്കങ്ങനെ തോന്നിയതുകൊണ്ട് എനിക്കൊരു പോസിറ്റീവ് വൈബായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. ബാക്കിയുള്ള ചില ഭാഗങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും ഒരു പ്ലസ് പോയിൻ്റ് ക്ലൈമാക്സിലെ കുറച്ച് സീൻസും അതുപോലെ ചെറിയ കുട്ടികളുടെ ഡയലോഗും കാര്യങ്ങളും തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ തോന്നിയിട്ടുള്ളത്. പ്രണയത്തിന് കാലത്ത് നോക്കി എടുത്തു കഴിഞ്ഞാൽ കാര്യമായിട്ട് ആർക്കും ഗംഭീരമായിട്ട് പ്രകടനങ്ങളോ അല്ലെങ്കിൽ അത്ര മനോഹരമായി ചെയ്തതൊന്നും പറയാൻ തോന്നുന്നില്ല. തനിക്ക് കൊടുത്തുള്ള റോഡുകളെല്ലാം തന്നെ ഒരു ഏവറേജ് അനുഭവമായിട്ട് തന്നെ എല്ലാവരും ചെയ്തു. അതിനുശേഷം സ്ഥിരം പടത്തിലെ പോലെ ഒരു ക്യാമറ റോൾ വന്ന് പോകുന്നുണ്ട്. സ്ഥിരം പടത്തിലെ പോലെ തന്നെ അതേ ഡയലോഗുകൾ യാതൊരു മാറ്റമില്ല. സൈജ് ഗ്രൂപ്പ് പുഞ്ചിരിച്ച് ഒന്നുകൂടി വൃത്തിവെച്ച പോലെ ഒരു ചെറുപ്പക്കാരാൻ ശ്രമിക്കുന്നുണ്ട്. പല ഭാഗത്തും അത് പരാജയപ്പെടുന്ന ഭാഗമായിട്ടും കാണിക്കുന്നു. ഒരു മണ്ടനായി ശ്രമിക്കുന്ന പല സീൻസും ഇതിലെ കഥാനായകനെ ഉൾക്കൊള്ളാൻ കാണിക്കുന്നുണ്ട്. നായികയെക്കുറിച്ച് പറയുമ്പോൾ ഡബ്ബിങ്ങിലുള്ള ഒരു പോരായ്മ, അതുപോലെ തന്നെ ഒരേ എക്സ്പ്രഷൻ തന്നെ തന്നെയാണ് പല ഭാഗങ്ങൾ എത്തിപ്പിക്കുന്നുണ്ട്. അവസാനത്തെ ഭാഗത്ത് കാര്യമായി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെങ്കിലും യാതൊരു ഗുണമില്ലാതെയാണ് ഇതിൻ്റെ ക്ലൈമാക്സിൽ ആ സീൻസും അങ്ങനെ പോകുന്നുണ്ട്. എങ്കിലും അഭിലാഷം പലർക്കും പല അഭിപ്രായങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിരുന്നു. എന്താ പറയുക, കൽബിന് ശേഷം മികച്ച പ്രണയത്തിൽ മുന്നോട്ട് പോകുന്നവൻ പ്രണയിച്ചത് നോക്കി എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം അഭിലാഷം എന്ന് പറയുമ്പോൾ വേറെ ആംഗിളിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രണയം തുറന്നു പറയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുറന്നു പറയാത്ത പ്രണയം മനസ്സിൻ്റെ വിങ്ങലാണെന്നല്ല, ആ വിങ്ങലോട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേർക്ക് വേണ്ടി ഒരു പക്ഷേ ഇതൊരു പോസിറ്റീവായിട്ട് തോന്നാവുന്ന രീതിയിൽ തന്നെയാണ് പടം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അഭിലാഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഏവറേജ് അനുഭവമായിട്ടാണ് തോന്നി. കൂടുതൽ ഡീറ്റെയിൽ ആയി തന്നെ ഞാൻ പറയുന്നില്ല. കാരണം ആ കൂടുതൽ പറഞ്ഞതിൻ്റെ ആസ്വാദനം മികവിന് ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ബാധിച്ചേക്കാം. അപ്പോൾ നമ്മുടെ പ്രൈം വീഡിയോയിൽ അഭിലാഷം എന്ന് പറഞ്ഞ ചിത്രം ലഭ്യമാണ്. കാണാത്തതുകൊണ്ട് കണ്ടു നോക്കുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിലാഷത്തിൻ്റെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിപാടിക്ക്. ബൈ.